ഇന്നൊരു ആദ്യ കുർബാന സ്വീകരണം ഉണ്ട്. അപ്പം എൻ്റെ ബ്രദറിൻ്റെ മോളുടെയാണ് കേട്ടോ, എൻ്റെ കസിൻ ബ്രദറിൻ്റെ മോളുടെയാണ്. അപ്പം ഞങ്ങളിതേ ഇവിടെ എത്തി. എൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. ഇനി നേരെ അവരുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്താൻ ഇച്ചിരി ലേറ്റായി. കേക്ക് കട്ടിങ് കാര്യങ്ങളൊന്നും കാണാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ വന്ന പാടി ഇത് ഫോട്ടോ എടുക്കുകയാണ് നമ്മുടെ മെബലിൻ്റെ കൂടെ. ഞങ്ങൾ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. പിന്നെ മമ്മിയുടെ ഒരു നല്ലൊരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. മമ്മിയും ഇമ്മാനും എല്ലാവരും കൂടി ഉണ്ടാവുന്ന ഒരു ഫംഗ്ഷൻ തന്നെയായിരുന്നു. പക്ഷേ അവർ 2 ദിവസം കഴിയുമ്പോൾ എത്തും കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. സ്റ്റീവിനെ ഡാഡി എടുത്തിട്ടുണ്ട്. ഡാഡിയുടെ അടുത്തുനിന്ന് വരണില്ല. അപ്പം അപ്പാപ്പൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ ഞങ്ങൾ വേഗം എന്തെങ്കിലും ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുർബാന സ്വീകരണത്തിനൊക്കെ പോയി, കുർബാന കൈക്കൊള്ളപ്പാടിനൊക്കെ പോയി ഇതേ തിരിച്ച് വീട്ടിലെത്തി. ഞാനെടുത്തോളാം, നീ ഇറങ്ങിക്കോ. അവളോട് ഇറങ്ങാൻ പറ, ഗ്രേസിനോട്. ഞങ്ങൾ വന്നേക്കാളും മുമ്പ് ഇവിടെ അതേ സ്പ്രിംഗ്ലർ മഴ പെയ്ത് കഴിഞ്ഞു. പോട്ടെ പോട്ടെ പോട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് വന്നേക്കാണ്, ഞങ്ങളുടെ ഗാർഡൻ കാണാനായിട്ട് ഒരു രസവും ഇല്ല, എന്തിനാണ് ഇത്രയും പൈസ ചിലവാക്കണത്. നോക്കിക്കോ, 2 വർഷം കഴിയട്ടെ, അപ്പൊ ഇത് തിരിച്ചു മാറ്റി ആ കമന്റ് ഇട്ട ആളിന്റെ അടിയിൽ ഒന്ന് ഇടണം. ഇടോടി എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം കേട്ടോ. അതെ, ഇതൊക്കെ നമ്മൾ ശരിയാക്കും. ഇവിടൊക്കെ നമ്മൾ റെഡിയാക്കും. അതിന്റെ ഒക്കെ ഒരു തുടക്കേ നമ്മൾ കുറിച്ചിട്ടുള്ളൂ. അതെ, നിങ്ങൾക്ക് കാശില്ലാത്ത പ്രശ്നം, കാശാണ് വന്നോട്ടെ, നമ്മൾ തകർക്കും അല്ലേ ഗ്രേസേ? അല്ലെങ്കിൽ വീണ്ടും അതിന് കാശ് ചെലവാക്കേണ്ടി വരും. ഇതൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഗ്രേസ് ഹാളില് കുറച്ച് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. സ്റ്റീവ് ഇന്നലെ അതെടുത്ത് പറിച്ചു കളഞ്ഞു. അപ്പൊ തുടങ്ങിയ ആൾക്ക് എനിക്ക് സ്റ്റിക്കർ വേണം എന്ന് പറഞ്ഞിരിക്കുന്നു. ABCD സ്റ്റിക്കറാണ്. അപ്പൊ സ്റ്റീവ് ഉറങ്ങി. എന്നാലും എന്റെ ഗാർഡനെ കുറ്റം പറഞ്ഞ ചേച്ചി ചേട്ടൻ ആരാണ്? ചേച്ചി അതൊന്നും നല്ലത് അഭിപ്രായമാണ് ചേട്ടാ, കുറ്റല്ല. ആ ചേച്ചിക്ക് അത് ഭംഗിയില്ലെന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പൂക്കളിന് ഒരു ഇമ്പോർട്ടൻറ്റും ഇല്ല, ഇവിടെ പച്ചപ്പിനാണ് ഞങ്ങൾ മാക്സിമം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. അത് ഞാൻ അടുത്ത് തന്നെ പതുക്കിന് ഇല്ലാണ്ടാക്കും. പൂക്കള് മറ്റേ നമ്മുടെ അങ്ങനത്തെ കാലാണ്, മറ്റേ പൂവിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തുള്ള ചെടികളും ഞാൻ അങ്ങനെ മേടിക്കാറില്ല അധികം. അതെ, ഇതൊക്കെ ഒന്ന് വെട്ടി സെറ്റ് ആക്കട്ടെ. ഇങ്ങോട്ട് വാ ഗ്രേസ്, വേണേ പോയിക്കോ. ആണോ, എന്നായിട്ട് പോരെ. നമ്മളെ ഒരു കാര്യം കഴിഞ്ഞതിന് മുമ്പത്തെ വീഡിയോയിൽ പറയണ്ടായില്ലേ, എങ്ങടാണ് പോണേന്നുള്ളത്. കൊറേ പേര് ഗസ് ചെയ്തിട്ടുണ്ട്. കൊറേ പേര് ഇട്ടുണ്ടായി ഉത്തർപ്രദേശിക്ക്. നമ്മുടെ മൂത്ത ലീ ചേച്ചിയുടെ മൂത്ത പെങ്ങളുടെ അടുത്തേക്കാണോ പോണേ. പിന്നെ കുറെ പേര് വേളാങ്കണ്ണി ഇട്ടിട്ടുണ്ടായിരുന്നു, മണാലിക്ക് കുറവായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായത് ഉത്തർപ്രദേശും വേളാങ്കണ്ണി ആയിരുന്നു. ഉത്തർപ്രദേശിക്ക് അല്ല എന്തായാലും, കാരണം ചേച്ചി അടുത്ത മാസം വരും. അതെ, അടുത്ത മാസം ഈ മാസം വരും. അപ്പൊ പിന്നെ അവിടേക്കല്ല, പിന്നെ അടുത്ത സ്ഥലം വേളാങ്കണ്ണിക്കല്ല, ചൂടല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ കുഞ്ഞുമോളുടെ ആഗ്രഹപ്രകാരം ഞങ്ങള് പോണത് എവിടേക്ക് ഗ്രേസ് പോണേ? മൂന്നാർ. ഗ്രേസ് കൊറേ ആളെ പറയണേ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ മൂന്നാറിൽ പോയിട്ടുണ്ട്, ഞാൻ മാത്രം പോയിട്ടില്ല മൂന്നാറിൽ. ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോയത് മൂന്നാറാണ്. ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് മൂന്നാറിലേക്കായിരുന്നു. അപ്പൊ അവിടേക്ക് തന്നെയാണ് വീണ്ടും ഞങ്ങൾ പോകാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ ഹണിമൂൺ പോയ ആ സമയത്തെ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. വീഡിയോസ് ഉണ്ടെന്നോണോ? വീഡിയോസും കാണിച്ചു തരാം. ആ, അത് വരെ കൂടി കാണിച്ചു കൊടുക്കാം. അത് കല്യാണത്തിന്റെ വീഡിയോ, ഇത് അതിന് ശേഷം അപ്പയമ്മയും പോയത്. എന്നിട്ടായാലും കുറച്ച് ഫോട്ടോസും വീഡിയോസും കണ്ടിട്ട് വരാം. ഞാൻ ഇവനെ കടത്തിട്ട് വരാം. I don't know what it means, but there's a smile upon your face, and I see something shimmering in your eyes. And they say if you wanna glimpse the future, you need space. And you said you'll put down your morning guns. Would you follow me to Wonders?
my hand and walk beside me in a whirl of thunder. Fear is an imposter. When you look at me this way, I find it hard to not give in. അപ്പൊ അങ്ങനെ മൂന്നാറിൽ നിന്നൊക്കെ തിരിച്ചതേ വീണ്ടും നമ്മുടെ പഴയ വീടിന്റെ മുന്നിൽ തന്നെ എത്തിയിട്ടുണ്ട്. അതെ, വീടിന്റെ ചായ എന്റെ ചായ തീരുന്നു, വീടിന്റെ ചായ നിറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വേണ്ടൊക്കെ എന്താ സമയം കിട്ടില്ല. സ്റ്റീവന്റെ ഗ്രേസിന്റെ അടുത്തായിരുന്നു. വേണമെങ്കിൽ ഇച്ചിരി വെച്ചോ. ഞാൻ ആസ്വദിച്ച് കുടിക്കാന്ന് വിചാരിച്ചായിരുന്നു. നിനക്ക് വേണ്ടല്ലോ, മതി മതി മതി. അങ്ങനൊന്നുമില്ല, എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. അത്ര കുടിച്ചാൽ മതി. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ പഴയകാല ഫോട്ടോസ്? എത്ര വർഷം മുമ്പ് ചേട്ടാ? 2008 വർഷം. 8 വർഷം? 2015. അങ്ങനെ 8 വർഷമാണ്. 9 വർഷം. 9 വർഷം. 9 വർഷം മുമ്പത്തെ ഫോട്ടോസ് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മുടെ അട വെച്ച ആൾക്കാര് എന്തായി അവസ്ഥ എന്ന് നോക്കാം. ആൾക്കാര് 2 പടകൾ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന കൊഴപ്പുണ്ടോ? എന്ത് കുഴപ്പമില്ല, അവരുടെ കഴിഞ്ഞിരിക്കട്ടെ. ഇതില് ആള് മുട്ടയിടാനെങ്ങാനും മുട്ടയെങ്ങാനും ഇടും. അപ്പുറത്തിരിക്കണോളാണ് ശരിക്കും നമ്മുടെ അടക്കാരി, ഇപ്പുറത്തിരിക്കണോട് സപ്പോർട്ട്. കുശലം പറയാനായിട്ട് വന്നേക്കണ്ട. പക്ഷെ അപ്പൊ നമ്മുടെ മുട്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം നോക്കണില്ല, ഇരിക്കട്ടെ, എങ്ങനെയൊക്കെ ഇരിക്കട്ടെ, അവരുടെ സന്തോഷം. എന്ത് സംഭവിക്കുന്നൊക്കെ നോക്കാം. ഒന്നും സംഭവിക്കില്ല. എന്നാ വെച്ചേന്ന് നമ്മൾ ഓർക്കണ്ട. എന്തൊക്കെ ഇപ്രാവശ്യത്തെ അടവെപ്പ് നാച്ചുറൽ ആയിട്ട് അവര് തന്നെ ഇട്ട അവിടെ തന്നെ ഇട്ട സ്ഥലത്തല്ല, നമ്മള് മാറ്റി വലിയൊരു ഇതൊന്നും കൊടുക്കാണ്ട് അവര് തന്നെ എങ്ങനെ അതിനെ മാനേജ് ചെയ്യും. പുറത്തേക്ക് വരും, പുറത്തേക്ക് വരായിരിക്കും. അപ്പൊ അങ്ങനെ ആദ്യം വിരിയട്ടെ. സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ? ഇനി നമ്മള് പോണ സമയത്ത് അങ്ങനെ വിരിയോ? വിരിഞ്ഞോട്ടെ, അല്ല ഞാൻ ചോദിച്ചെന്നുള്ളൂ. അപ്പക്ക് 25 ദിവസം ആവില്ലല്ലേ? 21 ദിവസം. സോറി, അപ്പക്ക് 20 ദിവസം ഒന്നും ആവില്ല. നമുക്ക് കപ്പങ്ങ പൊടിക്കാൻ പോവാം. കപ്പങ്ങ ഉള്ള കപ്പങ്ങ ഞാൻ ചേട്ടനോട് പറഞ്ഞല്ലോ. നീ മുറിച്ചു തരുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് മുറിച്ചിട്ട് വരാം. സ്റ്റീവൻ ഗ്രേസ് അവിടെ ഇരിക്കാണ്. ഗ്രേസ്, സ്റ്റീവിനെ നോക്കോ? നോക്കണേട്ടാ. ഏൽപ്പിച്ചിട്ട് പോണേ വേണോ? അവിടെ വരെ പോകുമ്പോഴേക്കും കൊള്ള കപ്പങ്ങ മുറിക്കാം. പിന്നീണ്ടല്ലോ 2 ദിവസം കഴിയുമ്പോ മമ്മ എത്തും. മമ്മിയുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് അമ്മ തിരിച്ചെത്തും. അമ്മ സന്ധ്യയുടെ വെയിറ്റ് ചെയ്യണം അമ്മേനെ. അമ്മയോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി എന്തിനോടുള്ള പറയണ്ടോ. ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഞാൻ ആമസോണിൽ നിന്ന് ക്യാമറ മേടിച്ചിട്ട് അവര് റോങ് ഐറ്റം സെൻഡ് ചെയ്യണമെന്ന്. ഇതില് പറഞ്ഞ ഒരു റിയൽ ലൈഫിലാണോ വൈഡ് ലോക്സിലൊന്നും അറിയില്ല. ആണോ? അതായത് ഞാൻ ഇവിടെ വെച്ചിരുന്ന ക്യാമറകൾ മാറ്റാനായിട്ട് ഞാൻ ഹിക്വിഷന്റെ SVS എന്ന് പറഞ്ഞ ക്യാമറ 3 മെഗാ പിക്സലിന്റെ ക്യാമറ ഞാൻ 4 മെഗാ പിക്സലൂടെ കിട്ടാനില്ല. 3 മെഗാ പിക്സൽ ഓർഡർ ചെയ്യും, അവരെനിക്ക് 4G സിം കാർഡ് ഇടുന്ന ക്യാമറ അയച്ചു തരും. അങ്ങനെ 2 പ്രാവശ്യം ഇത് തന്നെ ഓർഡർ ചെയ്ത് മാറ്റൽ മറക്കലായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് തോന്നി അമ്മ എന്തായാലും ദുബായി പോയിരിക്കുന്നു, വരുമ്പോ കുറച്ച് ക്യാമറ കൊണ്ട് വരട്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആമസോണിൽ നിന്നും ന്യൂണിൽ നിന്നും 2 സൈറ്റിൽ നിന്നും ഓർഡർ ചെയ്ത് അവിടെ അളിയനെ കൊണ്ട് സാധനം വരുത്തിച്ച് അമ്മയുടെ കയ്യിൽ കൊടുത്തുവിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്കൊരു സാധനം നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ട് അതിങ്ങനെ കിട്ടാൻ പോകുമ്പോ ഒരു ഇതില്ല, എന്നിട്ട് പറയാ ക്യൂരിയോസിറ്റി, അത് ഒന്ന് കയ്യിൽ കിട്ടാനായിട്ടുള്ള അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ പറയണേ. ക്യാമറയുടെ അടിയിൽ ചെളി നീ കാണുന്നില്ലേ? കൈ എടുക്ക്, ഒന്ന് ലെൻസ് വെക്ക് നോക്കൂ. ഇതാണോ? പിന്നെ ഉണ്ടല്ലോ സന്നചേട്ടന്റെ കഴുത്തിൽ മറ്റേ അന്ന് അരിമ്പാറ പോലത്തെ സാധനം ഉണ്ടായിരുന്നല്ലോ, ഉണങ്ങി പൊറ്റ പൊളിഞ്ഞു പോകുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ ക്ലീൻ ആയിട്ട്, വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്തൊന്നുമില്ല, നല്ല ഫുൾ ക്ലീൻ ആയി, സന്തോഷവാനായി സന്നചേട്ടൻ. ശ്രദ്ധിക്കുക, ചെറുതായിട്ട് അതാണ് എന്റെ ചെറുത്, അത് വലുതാവും ഇനി. അങ്ങനെ വലുതായിട്ട് ഇല്ലല്ലോ, ഉണ്ട് വലുതാവുന്നു.
കരിക്കും. സൊല്യൂഷൻ ഉണ്ടല്ലോ, എന്തിനാ solution? അപ്പൊ എന്തായാലും നമ്മുടെ കപ്പങ്ങാനൊന്ന് മുറിക്കാന്ന് വിചാരിച്ചു. കുറെ ദിവസമായി ചേട്ടൻ പറയണേ മുറുക്കി, മിടുവിന്റെ കൈ കൊണ്ട് മുറുക്കി. പിന്നെ അടിക്കുക ചേട്ടാ. ഇതേ ഇതിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ബാക്കി 2 കൂടി ഉണ്ട്. എനിക്കൊരു സമയം കിട്ടാത്തോണ്ടല്ലേ. അത് പിന്നെ ചെയ്യാം, നമുക്കത് കഴിച്ചിട്ട് പിന്നെ ചെയ്യാം. അവരെന്നിട്ട് വിളിക്കാം മുറിച്ച് കഴിഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇപ്പൊ വന്നു കഴിഞ്ഞാ വിളിച്ച സത്യം പറഞ്ഞാൽ വരില്ല, അവര് കളിച്ചോണ്ടിരിക്കാം. സാരില്ല, ചേട്ടൻ നാളെ ചെയ്താ മതി. അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം. ഞാൻ ഇവിടെ ഇരിക്കല്ലേ. 2 സ്പൂൺ കോരി തിന്നാനുള്ള പരിപാടിയുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആദ്യം ഇത് ലാസ്റ്റ് മുറിക്കും. ഇതിൽ കണ്ടിട്ട് ഇത് ഇതാ അത്ര സ്ഥലം കിട്ടില്ലേ തുണ്ടി എത്തണല്ലോ മുറിക്കലേ. അതെങ്ങനെ മുളയ്ക്കുന്ന ഒരു ഓട്ട പോലും ഇല്ലല്ലോ. എന്താ നോക്കില്ലേ ഇല വരെ വന്നത് മീന്. കുണ്ടിട്ടായിരുന്നെങ്കിൽ ഇത് ചേട്ടൻ പുറത്ത് വെച്ചായിരുന്നാ. അതിന്റെ കുരു കൊണ്ടിട്ട് മുളയ്ക്കും. പിന്നെ കുരുട്ട പിന്നെ മുളയ്ക്കാണ്ടിരിക്കോ? ഈ കപ്പങ്ങ ഉണ്ടാക്കിയത് എങ്ങനെയാ? ഗ്രേസ് വാ, കപ്പങ്ങ കഴിക്കാം. എന്തൊക്കെയോ വണ്ടി പറക്കണ്ട. കപ്പങ്ങ കഴിക്കാം. അവനെയും കൊണ്ടുപോവാ, നിന്നോട് ഒറ്റയ്ക്ക് വരാനല്ലോ പറഞ്ഞേ. അവളെ വിളിച്ചപ്പോ അവളെ ഓടിയിട്ട് വന്നു കൊച്ചിനോട് ഇട്ടിട്ട്. വണ്ടിപ്പറക്കണുണ്ടെന്ന് അവൻ കളിച്ചോണ്ടിരിക്കും. എന്താവോന്നറിയില്ല. വലിയ കുഴപ്പമുണ്ടല്ലോ. ഇങ്ങനെ വാട്ടച്ചൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? ഞാൻ ഒരു തരാം കൊണ്ട്. അത് ഞാൻ ആയിക്കോളാം, ചേട്ടൻ കഴിക്ക്. ഞാൻ വായ വെച്ച് തരാം. നല്ല മധുരണ്ടോ? അലിഞ്ഞു പോണ ടേസ്റ്റ് വായില്. സൂപ്പർ. അപ്പൊ ഞങ്ങൾ ഇനി കപ്പങ്ങ എന്നിട്ട് അമ്മയ്ക്ക് പാത്രം എടുത്തിട്ട് വരാം. അമ്മയ്ക്കൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാടി. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ തുണ്ടുമ്പോ കറിയാക്കും മേത്താക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ശ്രമിച്ചാലോ. അപ്പൊ എന്നിട്ടായാലും ഇനി കപ്പങ്ങയൊക്കെ കഴിക്കണം, അടുത്ത കപ്പങ്ങകളും മുറിക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പം അടുത്ത വീഡിയോ കൂടെ കാണാം. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. നാളെ 12 മണി എന്നുള്ള സമയം. അതെ, നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. ബൈ ബൈ.